കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ പൂജാലങ്കാരാണ്. രാവിലെ നിർമാല്യം, എണ്ണാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം, സ്വർണ്ണകുംഭാഭിഷേകം കഴിഞ്ഞ് മലർ നിവേദ്യത്തിന് വേണ്ടി ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്തു. 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് അലങ്കാരത്തോടുകൂടി ഭഗവാന്റെ ശ്രീകോവിൽ നട തുറന്നു. അതാ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭിച്ച് കത്തി നിൽക്കുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. ഇന്ന് കണ്ണനെ കാണാൻ അതീവ സുന്ദരനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആ തിരുമുഖം ചന്ദനം ചാർത്തി, ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടാണ് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. ഇന്ന് കണ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലുണ്ട്, താമരയുണ്ട്, കദളിപ്പഴമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ നിൽക്കണ ആ സുന്ദരനായ പൊന്നുണ്ണിക്കണ്ണൻ കൂടുതൽ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. നമുക്ക് ഒരു മിനിറ്റ് നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണോ, തൻ്റെ കാര്യങ്ങളെല്ലാം കണ്ണൻ മനസ്സിലാക്കി ഇപ്പം തന്നെ എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്നതാണോ എന്നെല്ലാം നമുക്ക് തോന്നുന്നതാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാരായണ നാമമന്ത്രം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ട് നല്ലോണം മനം കുളിർക്കെ കണ്ടു തൊഴുത് തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം, ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന സുന്ദരക്കുട്ടപ്പനായ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് കുറച്ചു നേരം സമ്മതിച്ച് കണ്ണനെ ഒന്ന് താലോലിച്ച് കണ്ണനൊരു മുത്തം കൊടുത്ത് കണ്ണനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും, അതുറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടുകൂടി ആ കണ്ണനെ അങ്ങോട്ട് കൂട്ടി മുറുക്ക കെട്ടിപ്പിടിക്കുക. ആ കണ്ണൻ നമ്മുടെ കെട്ടിപ്പിടുത്തൽ നിന്ന് കൊതറി മാറില്ല. ആ നമ്മുടെ മാറോട് ചേർന്ന് തന്നെ കണ്ണൻ നിൽക്കും. നമ്മൾ പറയുന്നതെല്ലാം ആ പൊന്നുണ്ണിക്കണ്ണൻ കേൾക്കും. ആ പൊന്നുണ്ണിക്കണ്ണനെ മുറുക്കി പിടിക്കുക, ഒരിക്കലും കൈവിടണ്ട കേട്ടോ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കുക, പ്രാർത്ഥിക്കുക. ആ കണ്ണൻ നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. മുറുക്ക പിടിച്ചോളൂ, ഉറക്ക ചൊല്ലിക്കോളൂ, നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ നാമത്രയം ചൊല്ലിക്കോളൂ. ശ്രേയസ്കരമാണ്. നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ്. ഋഷീശ്വരന്മാർ നമുക്ക് കൈമാറി തന്ന അമൂല്യമായ ഒരു നിധിയാണ് ഈ മന്ത്രം. എല്ലാവരും ഉറക്കെ ചൊല്ലിക്കോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.